2024 എന്ന വർഷത്തിൽ കുറേ നല്ല സീരീസുകൾ റിലീസായിട്ടുണ്ടായിരുന്നു. ആ റിലീസായതിൽ നിന്നും നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സീരീസുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഒട്ടും സമയം കളയാതെ ദിസ് ഇസ് ബിഞ്ച് വാച്ചർ ആൻഡ് ലെറ്റ്സ് റോൾ ടു ദ വീഡിയോ. ആദ്യ സീരീസാണ് ഷോഗൺ. ഇതൊരു വേറെ ലെവൽ സീരീസാണ്. ഈ വർഷത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയണം. അതാണ് ആദ്യം തന്നെ ഞാനിത് പറയാൻ കാരണം. യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന 17ാം നൂറ്റാണ്ടിലെ ജപ്പാനിലാണ് കഥ നടക്കുന്നത്. ഇവിടെ അവിടുത്തെ വാർലോഡ്സും ചർച്ചും സ്പെയിൻ ആൻഡ് പോർച്ചുഗലിലെ രാജാക്കന്മാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് കഥ. ഗോട്ടൊക്കെ പോലെ വളരെയധികം പൊളിറ്റിക്കൽ എലിമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് നല്ല കുറെ ട്വിസ്റ്റ് ഒക്കെ ഉള്ള സീരീസ് ആണിത്. പിന്നെ ഇറങ്ങിയ നല്ലൊരു സീരീസ് ആണ് ഫാൾഔട്ട്. സ്കൈഫൈ സീരീസ് ആയ ഈ സീരീസ് ന്യൂക്ലിയർ വാറിന് ശേഷമുള്ള ലോകത്തിന്റെ കഥയാണ് പറയുന്നത്. അവിടെ കുറെ അധികം ടൈപ്പ് ഓഫ് ലിവിംഗ് ക്രീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എന്റർടൈനിങ് ആയിട്ടാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് തീമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്നതാണ്. അടുത്ത സീരീസ് ആണ് ജോസങ് ക്രീച്ചേഴ്സ് എന്ന കൊറിയൻ സീരീസ്. ജോസങ് എന്ന സ്ഥലത്ത് നടക്കുന്ന കുറച്ച് ഹ്യൂമൻ എക്സ്പെരിമെന്റ്സും അതിനെ തുടർന്ന് കുറച്ച് ഡേഞ്ചറസ് ആയ ക്രീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിന് ശേഷം ഈ ക്രീച്ചേഴ്സിന്റെ ഇടയിൽ പെട്ടുപോകുന്ന നായകന്റെയും നായികയുടെയും കഥയാണ് സീരീസ് പറയുന്നത്. 2023 ഡിസംബറിലാണ് ഈ സീരീസ് എയർ ചെയ്ത് തുടങ്ങിയതെങ്കിലും സീസൺ 1 ആൻഡ് സീസൺ 2 മോസ്റ്റ് ഓഫ് ദ പാർട്ട് 2024 തന്നെയാണ് റിലീസ് ആയിരിക്കുന്നത്. സോ കണ്ടുനോക്കാം. ഈ വർഷത്തെ നമുക്ക് കിട്ടിയ മറ്റൊരു സ്കൈഫൈ സീരീസ് ആണ് ഡാർക്ക് മാറ്റർ. ആപ്പിൾ TV പ്ലസിന്റെ ആണ്. അപ്പോൾ തന്നെ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. നമ്മുടെ കിളി പറത്തുന്ന രീതിയിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഈ സീരീസിലുള്ളത്. തീർച്ചയായും കണ്ടു നോക്കാം. നല്ലപോലെ ആകാംക്ഷ ഉണർത്തുന്ന സീരീസ് ആണിത്. സോ ഡൊമിസോ. പിന്നെ ഓൺഗോയിങ് സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 2 അടിപൊളി സീസൺ ആയിരുന്നു. അതിപ്പോ ഓൾറെഡി ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും. എന്നാലും പറയാതെ വയ്യ, ഓരോ എപ്പിസോഡും തീയായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കാം. ഇതുപോലെ തന്നെ ദ ബോയ് സീസൺ 4ഉം അടിപൊളിയായിരുന്നു. പഴയ സീസണുകളെക്കാളും R-rated കണ്ടന്റ്സ് സീസൺ 4ൽ കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. റീച്ചർ സീസൺ 2ഉം വളരെയധികം നല്ലതായിരുന്നു. ഓരോ സീനിലും റീച്ചർ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെയുള്ള 2024 നല്ല ഓൺഗോയിങ് സീരീസ് ആയിരുന്നു ദ ബെയർ സീസൺ 3. നിങ്ങൾ ഇന്നേ വരെ ബെയർ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു റെസ്റ്റോറന്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഷെഫായ നായകന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഈ സീരീസിലുണ്ട്. സോ കണ്ടു നോക്കുക. അടുത്ത സീരീസ് ആണ് പെർസ്യൂംഡ് ഇന്നസെന്റ്. ജേക്ക് ജില്ലഹാൽ മുഖ്യ വേഷത്തിൽ വരുന്ന ഒരു ആപ്പിൾ TV പ്ലസ് സീരീസ് ആണിത്. ഒരു പ്രോസിക്യൂട്ടർ തന്റെ പഴയ പാർട്ട്ണറിനെ കൊല ചെയ്ത കേസിൽ സംശയിക്കപ്പെടുകയും അതിന്റെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ പറയുന്ന ഒരു നല്ല ത്രില്ലിംഗ് സീരീസ് ആണിത്. പിന്നെ ആപ്പിൾ TV പ്ലസ് ആണല്ലോ, ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. സോ കണ്ടുനോക്കാം. ദ പെൻഗ്വിൻ എന്ന 2022 റിലീസായ ബാറ്റ്മാൻ മൂവിയിൽ നമ്മൾ കണ്ട ഗാങ്സ്റ്ററായ പെൻഗ്വിൻ എന്ന ആളുടെ കഥ പറയുന്ന ഒരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ ഒരു സീക്വൽ സീരീസ് ആണ് ദ പെൻഗ്വിൻ. ഓരോ എപ്പിസോഡിനും വളരെ നല്ല റേറ്റിംഗോടെ വന്ന ഒരു കിടിലൻ സീരീസ് ആണ്. ദ പെൻഗ്വിൻ എന്ന ഗാങ്സ്റ്റർ എങ്ങനെ ഒരു ഗാങ്സ്റ്റർ ആയി എന്നാണ് ഈ സീരീസിൽ പറയുന്നത്. നെക്സ്റ്റ് സീരീസ് ആണ് മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത്. സീക്രട്ട് ഏജൻസ് ആയ ഒരു കപ്പിളിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. പഴയ ബ്രാഡ് പിറ്റും അഞ്ജലിന ജോളിയും മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്തായി വന്ന മൂവിയുടെ അഡാപ്റ്റേഷൻ ആയിട്ട് വരുന്നൊരു സ്പിൻ ഓഫ് സീരീസ് ആണിത്. പക്ഷെ കുറച്ചുകൂടെ ഡാർക്ക് ആണ് ഈ മിസ്റ്റർ ആൻഡ് മിസസ് സ്മിത്ത്. സ്പൈ സീരീസ് ഇഷ്ടമുള്ളവർ കണ്ടു നോക്കാം. ബേബി റെയിൻഡിയർ എന്ന സീരീസും ഈ വർഷത്തെ ഒരു നല്ല സീരീസ് ആണ്. സ്റ്റോക്കർ ആയിട്ടുള്ള ഒരു പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുന്നതും ഈ സ്റ്റോക്കർ കാരണം നായകന്റെ ലൈഫിൽ എങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നു എന്നതൊക്കെയാണ് സീരീസ് പറയുന്ന കഥ. നല്ലൊരു ഡ്രാമയാണ്. സോ കണ്ടു നോക്കുക. മറ്റൊരു നല്ല സ്കൈഫൈ സീരീസ് ആണ് 3 ബോഡി പ്രോബ്ലം. ഒരു ഏലിയൻ സിവിലൈസേഷനായി ഇന്ററാക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ സീരീസ് പറയുന്നത്. വളരെ വ്യത്യസ്തമായ പ്രമേയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പുതിയൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ തുടക്കം നല്ല കൺഫ്യൂസിംഗ് ആണ്. സോ അത് മനസ്സിൽ വെക്കുക. ഒരു സ്ലോ പോയിസൺ എന്ന പോലെയൊക്കെ പറയാൻ പറ്റുന്ന പോലെ അവതരിപ്പിച്ചിരിക്കുന്ന നല്ലൊരു സീരീസാണ് പാരസൈറ്റ് ഗ്രേ എന്ന കൊറിയൻ സീരീസും ഈ വർഷം റിലീസായിരുന്നു. ഈ സീരീസ് ഒരു അനിമെ അഡാപ്റ്റേഷൻ ആണ്. അനിമെ കണ്ടവർക്കറിയാം വേറെ ലെവലിലുള്ള ട്വിസ്റ്റാണ് ഈ സീരീസ് നമുക്ക് തരുന്നത്. മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒരു പാരസൈറ്റ് വന്ന് കയറുന്നതും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സീരീസ് പറയുന്നത്. നല്ലൊരു ആക്ഷൻ സീരീസ് ആണ് പാരസൈറ്റ് ദ ഗ്രേ. അനിമേഷൻ സീരീസ് ആണെങ്കിലും ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന മറ്റൊരു സീരീസ് ആണ് ആർക്കെയിൻ. ഇത് വേറെ ലെവലാണ്. അനിമേഷൻ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ തള്ളിക്കളയരുത്. ചിലപ്പോൾ ഒരു ലൈവ് ആക്ഷൻ സീരീസിനെക്കാളും അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കഥ പോർട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ സീരീസിൽ പറയുന്നത്. തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഇനി മലയാളത്തിലുള്ള നല്ല 2 സീരീസുകളാണ് പോച്ചറും 1000 ബേബീസും. 1000 ബേബീസ് മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം റെക്കഗ്നിഷൻ കിട്ടിയ സീരീസ് ആണിത്. ആക്ച്വലി 1000 ബേബീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. എന്നാൽ പോച്ചർ എന്നത് ആനവേട്ടയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ്. നല്ല സീരീസ് ആണ്. രണ്ടും കണ്ടു നോക്കാം. അനിമെ അഡാപ്റ്റേഷനായ അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ എന്ന സീരീസും റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് നന്നായി അഡാപ്റ്റ് ചെയ്ത സീരീസുകളുടെ കൂട്ടത്തിൽ ഈ സീരീസിനെ കൂട്ടാം. അനിമെ കാണാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസ് കാണാവുന്നതാണ്. മോൺസ്റ്റേഴ്സ് ലൈൽ ആൻഡ് എറിക് മെനന്റെ സ്റ്റോറി എന്നൊരു ട്രൂ സ്റ്റോറി ക്രൈം സീരീസ് ഈ വർഷം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഡോക്യുമെന്ററി പോലെ ഇരിക്കുന്ന ഒരു സീരീസ് ആണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് ഡാർക്ക് ആണ് സംഭവം. എന്നാലും കണ്ടു നോക്കാം. ഈ പറഞ്ഞ സീരീസുകളൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയവയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെട്ട സീരീസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.
സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ ബിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.